എൻ്റെ പേര് ജോളി, നിലമ്പൂരിൽ നിന്ന് വരുന്നു. മോളുടെ കുഞ്ഞിന് ആർട്ടിൻ്റെ പ്രശ്നമായിരുന്നു. ആർട്ടിന് ഓട്ടയായിരുന്നു ഉണ്ടായപ്പോൾ. ഇവിടെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അച്ഛനെ കാണിച്ചിരുന്നു. ഒരു ദ്വാരം ഉണ്ടായിരുന്നു. അത് 12 വയസ്സൊക്കെ ആകുമ്പോഴേ അത് അടയുള്ളൂ എന്ന് പറഞ്ഞു. 4 ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ 4 ഡോക്ടർമാർ ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. 12 വയസ്സായാലും അടയുള്ളൂ എന്ന് പറഞ്ഞവര്. ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തിൽ ബെന്തിങ്ങ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം അന്ന് ഇവിടുന്ന് ബെന്തിങ്ങ മേടിച്ചപ്പോൾ തന്നെ കൊണ്ടുപോയി കൊച്ചിൻ്റെ കഴുത്തിൽ ബെന്തിങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് ഇത് അത്ഭുത ജപമാല അന്ന് കാണാൻ പറഞ്ഞു അച്ഛനെ. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ അത്ഭുത ജപമാല കാണുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ടി വിയിൽ അത്ഭുത ജപമാല വെക്കും, അത് കാണും. അന്ന് മുതൽ കുഞ്ഞിനെ സമർപ്പിച്ച് ഞാൻ അത്ഭുത ജപമാല കൂടും. അങ്ങനെ എക്കോ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെന്നു. 6-ാം മാസത്തിൽ ചെന്നു, എക്കോ എടുത്തു. അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു വെന്തിങ്ങ ഊരണമെന്ന് പറഞ്ഞു കഴുത്തേന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു വേണ്ട, വെന്തിങ്ങ ഊരണ്ട, വെന്തിങ്ങ ഊരാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ കുഴപ്പമില്ല, വെന്തിങ്ങ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെന്തിങ്ങ ഇട്ട് ഞങ്ങൾ എക്കോ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു. കണ്ടോ, 12 വയസ്സായാലും ഹാർട്ടിൻ്റെ ദ്വാരം അടയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നു അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കഴുത്തിൽ വെന്തിങ് ഇടാൻ പറഞ്ഞു. അവരതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഇങ്ങനെ ചെക്കപ്പിന് പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ദ്വാരം കാണാനില്ല. വലിയ സന്തോഷത്തോടെ നന്ദി പറയാനാണ് കൊച്ചിനെയും കൊണ്ട് വന്നത്. അവർ നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, പ്രൈസലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതിന് വല്ല മരുന്നും കഴിച്ചുവരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളൊരു മരുന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദ്വാരവേ കൊച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവൻ ഈ ദ്വാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവന് ബുദ്ധിമുട്ട് കാണിച്ചു. അവന് ശ്വാസത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായി. അപ്പൊ ഞങ്ങള് 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ദ്വാരം ഉണ്ടെന്ന്. അപ്പൊ ദ്വാരം അടഞ്ഞു. ഇപ്പൊ ആ കൊച്ചിന് ശ്വാസം മുട്ടുണ്ടോ? നല്ലൊരു കൈയുടെ എടുത്ത് കണ്ടോ, മനസ്സിലായോ? കൊച്ചിന് ശ്വാസം മുട്ടുണ്ടായി. അതാണ് കൊണ്ടുപോയി, അങ്ങനെയാണുള്ള അതിൻ്റെ ഒരു സൈനാണത്. കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് പരിശോധിച്ചപ്പോൾ ദ്വാരം മനസ്സിലായത്. പിന്നെ അവർ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. ഇപ്പോൾ അത് പരിശോധിച്ചൊന്നുമില്ല, കൊച്ചിൻ്റെ ആ രോഗവും ഇല്ല, മനസ്സിലായി? ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതുപോലെ തന്നെ അച്ഛനെ കുഞ്ഞിന് എന്ന് ജലദോഷമായിരുന്നു. ഈ ബെന്തിങ്ങ ഇട്ട് കഴിഞ്ഞ പിന്നെ ജലദോഷമേ എന്ന് പറയുന്നത് അവൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം അടിച്ച് നന്ദി പറഞ്ഞേ. ഇവര് പറയാണ്, ഇവര് കൊച്ചിനെ കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ രോഗത്തോടൊപ്പം തന്നെ പറഞ്ഞു അച്ഛാ എന്നും ജലദോഷമാണ്, കുഞ്ഞിന് എന്നും ജലദോഷമാണ്. അന്ന് കുഞ്ഞു കുട്ടിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സംഭവം ഇട്ടപ്പോൾ ഇതോട് പിന്നെ ആ ജലദോഷവും ഇല്ല. കണ്ടോ, കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളൂട്ടോ. പരിശുദ്ധ അമ്മ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ദൈവം ഇടയിൽ ഇടപെടും. പ്രൈസ്.